നമസ്കാരം. മനുഷ്യ മനസാക്ഷി ഇപ്പോഴും മരവിച്ചിട്ടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി അവരെ തേടിയെത്തുന്ന സഹായഹസ്തങ്ങളും കരുതലും. ഒരു പൊതുപ്രശ്നം ഉടലെടുത്താൽ മനുഷ്യർ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരുമിച്ച് നിൽക്കുമെന്ന് കാലം ഒരിക്കൽ കൂടി നമുക്ക് കാണിച്ചു തന്നു. ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും മനുഷ്യരാണ് എന്ന ബോധ്യത്തോടെ ഒരേ മനസ്സോടെ എല്ലാവരും ദുരന്തമുഖത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നു. നേരിട്ടെത്തിക്കാൻ സാധിക്കാത്തവർ ഏതെങ്കിലും സംഘടനകളോ മറ്റു മാർഗങ്ങളോ വഴി പണമായും അല്ലാതെയും തങ്ങൾക്കാവും വിധം നമ്മുടെ സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകുന്നു. ഇന്നലെയും ഇന്നുമൊക്കെയായി ഓരോ വാർത്തകൾ കാണുമ്പോൾ വേദനയിലും ഒരുതരി ആനന്ദം തോന്നാറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, സജിൻ എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തിയ വാക്കുകൾ നമ്മളെല്ലാവരും ഒരുപോലെ ഏറ്റെടുത്തു. ഞാനതൊരിക്കൽ കൂടി വായിക്കാം. അദ്ദേഹം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എൻ്റെ വൈഫ് റെഡിയാണ് എന്നായിരുന്നു. സജിൻ ഇടുക്കി ആൻഡ് ഫാമിലി എന്ന അടിക്കുറിപ്പോടുകൂടി ഈ വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പേർ ഷെയർ ചെയ്തു. ഇങ്ങനെ അനേകം ആളുകൾ മനുഷ്യത്വം ഇനിയും മരിച്ചിട്ടില്ല എന്ന് വിളിച്ചോതിക്കൊണ്ട് മുന്നോട്ട് വന്നു. എൻ്റെ പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, മനുഷ്യത്വം മരിക്കാത്തിടത്തോളം കാലം നമ്മൾ ഒരിക്കലും തോറ്റുപോകില്ല എന്നാണ്. നമ്മൾ ഈ പ്രതിസന്ധിയെയും അതിജീവിച്ച് മുന്നേറുമെന്ന് ഉറപ്പാണ്. ഈ അവസരങ്ങളിൽ സെലിബ്രിറ്റികളായ ആളുകളും മുൻനിരയിലേക്ക് വന്ന് സാമ്പത്തിക സഹായമായും അതുപോലെ നേരിട്ടെത്തി അവരെ പിന്തുണയ്ക്കാനും മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവിടെ മനുഷ്യർക്ക് കൈത്താങ്ങാകാൻ കത്തോലിക്ക സഭ ഉണ്ടാവാറുണ്ട്. നമുക്കറിയാം, അനേകം റീത്തുകളായി സഭ എല്ലാ പ്രദേശങ്ങളിലും സാന്നിധ്യം അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സുതാര്യതയോടെ സമൂഹത്തിലെ താഴെത്തട്ട് വരെ ഇറങ്ങിച്ചെല്ലാൻ സഭാവൃത്തങ്ങൾക്ക് കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം താമരശ്ശേരി രൂപത ഇതേ സംബന്ധിച്ച് ഒരു കുറിപ്പും പുറത്തുവിട്ടു. നമ്മുടെ രൂപത കുടുംബത്തിലെ വിലങ്ങാട്, മഞ്ഞക്കുന്ന്, പാലൂർ, വായാട് പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾക്ക് ചൊവ്വാഴ്ച വെളുപ്പിന് വനത്തിനകത്തുണ്ടായ അതിഭീകരമായ ഉരുൾപൊട്ടലിൻ്റെ അനന്തരഫലമായി വീടും കൃഷിയിടവും വസ്തുവകകളും റോഡും സകലതും നഷ്ടപ്പെട്ടു. അർദ്ധരാത്രി 12:30-ക്കാണ് ആദ്യ ഉരുൾപൊട്ടലുണ്ടായത്. തുടർന്ന് മഞ്ഞക്കുന്ന്, അടച്ചിപ്പാറ, മഞ്ഞച്ചീളി എന്നീ ഭാഗങ്ങൾക്ക് മുകളിലായി 3 ഇടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന കുളത്തിങ്കൽ മാത്യു സാറിനെ കാണാതായിട്ടുണ്ട്. 20ഓളം വീടുകളും നശിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 11 വീടുകൾ പൂർണ്ണമായും 9 വീടുകൾ ഭാഗികമായും നശിച്ചിരിക്കുകയാണ്. വിലങ്ങാടിനുള്ള റോഡ്, പാലം എന്നിവയ്ക്കും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങാടിയിലും വെള്ളം കയറി കടകൾ പലതും ഭാഗികമായും ചിലത് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഏകദേശം 100ഓളം ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞ് വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. പാലൂർ ഇടവക പരിധിയിൽ 12ഓളം ഇടങ്ങളിൽ തുടർപൊട്ടലുകൾ ഉണ്ടായി. ആ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത വിധം റോഡ് മാർഗങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നു. പാതിരാത്രിയിൽ ആദ്യമുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരുടെ നേതൃത്വത്തിൽ ഇടവകക്കാരുടെയും യുവജന കൂട്ടായ്മയുടെയും പൊതുജനങ്ങളുടെയും അവസരോചിതമായ ഇടപെടൽ മൂലമാണ് ആൾനാശം കുറയ്ക്കാൻ സാധിച്ചത്. എന്നാൽ ഈ ദുരന്തബാധിതരുടെ വീടുകൾക്കൊപ്പം അവരുടെ കൃഷിഭൂമിയും വാഹനങ്ങളും അടക്കം എല്ലാം നഷ്ടമായിരിക്കുകയാണ്. മഞ്ഞച്ചീളി ഭാഗത്ത് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ നടന്ന ഭാഗത്തു നിന്നും പള്ളിയിലേക്കുള്ള വഴിയിലായി 2 വലിയ ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് വാഹനങ്ങൾക്കെത്താൻ സാധിക്കുന്ന ഇടങ്ങളിൽ നിന്നും ഏകദേശം 500ഓളം മീറ്റർ റബ്ബർ തോട്ടത്തിലൂടെ താൽക്കാലികമായി ഉണ്ടാക്കിയ ദുർഘടമായ വഴിയിലൂടെ സാഹസികമായി ഇറങ്ങിച്ചെന്ന് ഏകദേശം 20 അടി കുത്തനെയുള്ള മതിൽ പോലെ നിൽക്കുന്ന തിണ്ട് വഴി ഏണിയും കയറും ഉപയോഗിച്ച് ഉരുൾപൊട്ടൽ വഴി രൂപപ്പെട്ട ചാലിലൂടെ സാഹസികമായി നടന്നു നീങ്ങി മാത്രമേ മറുവശത്തേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. മഞ്ഞക്കുന്ന് പള്ളി, പാരിഷ് ഹാൾ, വിലങ്ങാട് സ്കൂൾ എന്നിവിടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടെ ദുരന്തഭൂമിയിൽ എത്തിച്ചേരാനുള്ള കഠിന പ്രയാസം പരിഗണിച്ചും മാധ്യമപ്രവർത്തകരടക്കം പാതി വഴിയിൽ പിന്തിരിയുന്നത് കൊണ്ട് ഇവിടുത്തെ ദുരന്ത സാഹചര്യം സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന സാഹചര്യം നിലവിലുണ്ട്. 250ഓളം പേർക്ക് അവിടെയുള്ള നമ്മുടെ പള്ളിയിലെ പാരിഷ് ഹാളിലും പള്ളിക്കൂടങ്ങളിലുമായി അഭയം നൽകിയിരിക്കുന്നു. തങ്ങളുടെ വീടും കടപ്പാടവും കൃഷികളും കൃഷിഭൂമിയും പൂർണ്ണമായും നഷ്ടപ്പെട്ട ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരുപറ്റം ആളുകൾ ഇവിടെ തീർത്തും നിസ്സഹായരായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. നമ്മുടെ ഈ സഹോദരങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ നാം അല്ലാതെ മറ്റാരാണ് ഇവർക്ക് കൈത്താങ്ങ് കൊടുക്കാനുള്ളത്? നമുക്കൊന്നു ചേർന്ന് ഇവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൈകോർക്കാം. ഭക്ഷണവും വസ്ത്രവും
മരുന്നും ആവശ്യമുള്ള ധനസഹായവും നമുക്കൊന്നു ചേർന്ന് ഈശോയുടെ ഈ എളിയവർക്ക് എത്തിച്ചു കൊടുക്കാൻ മുന്നോട്ടിറങ്ങാം. അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും മരുന്നുകളും വൈദ്യസഹായവും ആവശ്യാനുസരണം നാം എത്തിക്കേണ്ടതുണ്ട്. അവരുടെ പുനരധിവാസത്തിനായി പുതിയ സ്ഥലവും വീടും നാം കണ്ടെത്തേണ്ടതുണ്ട്. ഇങ്ങനെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒത്തിരി സഹായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ അതിർവരമ്പുകൾക്കൊക്കെ അപ്പുറം നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന് ഇവയെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനൊപ്പം മലയാളത്തിൻ്റെ അനുഗ്രഹീത ഗായിക സുജാത ചേച്ചി പങ്കുവച്ച വാക്കുകൾ കൂടി ആയാലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമാവൂ. അതിങ്ങനെയാണ്: മക്കളെ, നിങ്ങളെ രക്ഷിക്കുന്നവർ നിങ്ങളുടെ മതക്കാരല്ല, പാർട്ടിക്കാരല്ല, ചോരയല്ല. ഇത് കണ്ടു വളരുക. സഹായം ചെയ്തിട്ട് ഇങ്ങനെ കൊട്ടിഘോഷിക്കാൻ നാണമില്ലേ എന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും കാണും. അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ: നല്ലത് ആര് ചെയ്താലും അത് നല്ലതാണ് എങ്കിൽ, അതുമൂലം മനുഷ്യന് നന്മ വരുന്നുണ്ട് എങ്കിൽ ഒരു മാനദണ്ഡങ്ങളും വെക്കാതെ അത് അംഗീകരിക്കപ്പെടുക തന്നെ വേണം. ഞാനത് പ്രേക്ഷകർക്ക് ഒന്നുകൂടി വ്യക്തമാക്കാം. ജാതി മത വർഗ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കൊക്കെ അപ്പുറം എല്ലാവരും ഹൃദയം കൊടുത്ത് കൂടെ നിൽക്കുമ്പോൾ ഇങ്ങനെ സഹായമാകുന്ന കരങ്ങൾക്ക് അവരർഹിക്കുന്ന അംഗീകാരം നൽകുക തന്നെ വേണം. അവിടെയും നമ്മൾ ഈ അതിർവരമ്പുകൾക്കൊക്കെ അപ്പുറം അവരെ അംഗീകരിക്കണം.